ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആവണി സ്ലോക്കിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞേ. രണ്ട് ചെവിയും പൊത്തുന്നുണ്ട്, രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ വണ്ടികളൊക്കെ പോയിട്ട് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെവിയൊക്കെ പൊത്തിയിട്ട് നമ്മുടെ കുട്ടിക്കുറിപ്പ് ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ? നമ്മളിതാ മണ്ണാർക്കാട് വന്നിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ വെയിൽ, നല്ല പൊള്ളുന്ന വെയിലും പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ലാട്ടോ അങ്ങനെ വേർത്തുള്ളൂ. നമുക്ക് അവിടെ എത്ര ചൂടുണ്ടെങ്കിലും അങ്ങനെ വേർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേനും കുറച്ചൊരു 5 മിനിറ്റ് ആയിട്ടില്ല ഇപ്പോൾ കാറിലിരിക്കാന്നുണ്ട്. അപ്പോഴത്തേനും വേർത്ത് കുളിച്ചിടും. നമ്മുടെ ആവണിക്കുട്ടി ഫുള്ള് വേർത്ത് കുളിച്ചിട്ടായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ചൂടൊക്കെ എന്ത്, അതൊന്നും ഞങ്ങൾക്കൊരു പുത്തിരി അല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആവണിക്കുട്ടിയുടെ ഇരുത്തെന്തായാലും. ഇവിടെ നോക്കി നമ്മുടെ കുട്ടിക്കുറിഞ്ഞി ഇരുന്ന് ഇതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുമ്പ് കുടിക്കുമല്ലോ ആവണിക്കുട്ടി. ഇത് എവിടെ വന്നതാ, എവിടെ വന്നതാന്ന് പറഞ്ഞോണ്ടേ. ആ വന്ന സ്ഥലം അവളിതാ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ബോള് തന്നില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പം അത് വാങ്ങിക്കാം കേട്ടോ. അയ്യോ ഒച്ചുണ്ടാക്കല്ലേ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ബോൾ വിൽക്കാൻ വെച്ച് കണ്ടു. അപ്പോൾ ആൾ വീട്ടിലിനി അവൾക്ക് കളിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടാലും ആൾ ഇതേപോലെ പുറത്തുനിന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ അവളെ ആ ഒരു മൈൻഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതിലുണ്ട്. അതവിടെ ഞാനിപ്പോൾ വീഡിയോ ഓൺ ആക്കിയത് നേരെ അത് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്തിനാ വന്നതല്ല, അപ്പോൾ എന്തായാലും വന്നത് വേറെ ഒന്നും അല്ലാണ്ട് നമുക്ക് ഇന്നായിരുന്നു കേട്ടോ എൻ്റെ ലേണേഴ്സ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫ്രീ ആയിട്ട്, കാരണം വരുന്നല്ല നമ്മൾ പാസ്സായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, എക്സാം അത്യാവശ്യം നല്ല ടഫ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പണ്ടത്തെ പോലത്തെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല, കുറച്ചുകൂടി ഒരു ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ടൊരു പ്രശ്നം ടൈം തികയുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം എന്തായാലും അതൊന്നും കുഴപ്പമില്ലാതെ തന്നെ നടന്നു കേട്ടോ. അതേപോലെ ഇതിന് മുന്നേ എക്സാം എഴുതി കൂട്ടുകാരുടെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും കേട്ടപ്പോൾ അത്യാവശ്യം നല്ല ടെൻഷൻ ആയിട്ടില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പാസ്സായിട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും നമുക്ക് അധികം വൈകാത്ത ദിവസങ്ങളിൽ നമുക്ക് ടെസ്റ്റും കൂടി ഉണ്ടാവും. അതായത് റോഡ് ടെസ്റ്റും കൂടി ഉണ്ടാവും. ഇനി അതുകൂടി എടുക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ ലേണേഴ്സ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രൈ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു ട്രാഫിക് ചിഹ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോളൂ. അതെന്തായാലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൈം ലിമിറ്റ് നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി 1-2 കാര്യങ്ങളോട് ഉണ്ട്. അപ്പോൾ ഇതാ ഏട്ടനൊന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നല്ല അടിപൊളിയൊരു വിശാലമായൊരു വലിയ മരത്തിൻ്റെ ചൂടാണ്. ഒരു നല്ലൊരു തണലുണ്ട് കേട്ടോ. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഇപ്പോൾ ഇതാ റോഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തല്ലോ. അപ്പോൾ നോക്കി ഇതിൻ്റെ മേളിലേക്ക് ഇതാ ഇവിടെ ആയിട്ട് ഇതാ വലിയൊരു സപ്പോർട്ട്. നമ്മുടെ അടുപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ക്യാമറയിൽ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മേളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കൈസ തൊട്ടപ്പുറത്തായിട്ട് ഇതാ വേറൊരു മരമുണ്ട്. ഈ തോട്ടിൽ നല്ല പൂമരമാണ് കേട്ടോ. കാരണം വേറെ നല്ലത് നിറച്ച് ഇതേപോലെ ചെറുതും വലുതായിട്ട് നിറച്ചിങ്ങനെ പൂക്കൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ഐഡിയ ഈ കമ്പ് ചെയ്യാൻ വേണ്ടി മറക്കണം. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ചൂടിൻ്റെ ഇടയിൽ നല്ല പച്ചപ്പ് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് നേരം നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് 5 മിനിറ്റ് ആയിട്ടില്ല ഏകദേശം. അപ്പോഴത്തേനും ഇതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണ് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടൊക്കെയാണ് ചിലതൊക്കെ പഴുത്തിട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കിളികളൊക്കെ വന്ന് കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചൂടത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് എടുത്താലും. ഇത് നമ്മുടെ ആവണിക്കുട്ടി ഇതോ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പരിപാടി? കുറച്ച് നേരമായിരുന്നു നമുക്ക് ഇവിടെ നിൽക്കുന്നത്. അത് സപ്പോർട്ടാന്ന് ഇങ്ങനെ കാണിച്ചു തന്നോണ്ടിരിക്കണം. സപ്പോർട്ട കണ്ടോ? കുഞ്ഞു സപ്പോർട്ടയാണോ വലിയ സപ്പോർട്ടയാണോ? വലിയ സപ്പോർട്ടയാണോ? സപ്പോർട്ട നേരെ പറഞ്ഞേ നമ്മൾ കേക്കട്ടെ. പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട കണ്ടു എന്ന് പറ. ഇവിടെ നോക്കി പറ. സപ്പോർട്ട കണ്ടു പറഞ്ഞേ. മിടിക്ക്. ചൂടുണ്ടോ വന്ന? ഇല്ല ചൂടില്ല. പക്ഷെ ഞങ്ങൾ വേർത്ത് ഒഴുകിയിട്ടേ ഉള്ളൂ അല്ലേ? ചെരിപ്പൂര്. അപ്പോൾ ഏട്ടൻ പുറത്തിറങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ഇതാ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും തന്നെ ഏകദേശം വരും കേട്ടോ. 1-2 പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ നല്ല ട്രാഫിക് ആട്ടോ എപ്പോഴായാലും. പിന്നെ രാവിലെ എവിടെ ഇറങ്ങിയാലും ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കില്ല എല്ലാവരുടെയും. അങ്ങനെ ഇതാ ഞങ്ങൾ ചെരുപ്പെല്ലാം ഊരിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് ചെരുപ്പ് കാലിട്ടിട്ട് ആൾക്കൊരു അസ്വസ്ഥത തുടങ്ങിയിട്ട് ഊരിത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ചെപ്പ് ഊരി. വാവേ ഇവിടെ നോക്കിയേ അവിടെ കുട്ടി. ചെരുപ്പ് ഊരിയ മണ്ണാവും. മണ്ണെവിടെ? ഇല്ല മണ്ണൊന്നുമില്ല. ചുന്തിരിയല്ലേ, ചുന്തിരിയുടെ കല്ല എവിടുന്ന മണ്ണ് പോയോ? ഗുഡ് ഗേൾ ആണോ? ഇത് എവിടെ വന്നതാന്ന് പറഞ്ഞു കൊടുക്കുവോ? ബിബിയിലോ? അതെന്താ സംഭവം? ആണോ? ബിബിയിൽ വന്നതല്ലല്ലോ. നമ്മൾ എവിടെ വന്നതാ? നമ്മൾ എക്സാം എഴുതാൻ വന്നതാ. എക്സാം പരീക്ഷ
വേണ്ട, ഞങ്ങൾക്ക് പരീക്ഷ ഒന്നും എഴുതണ്ട, ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് അലർജി അല്ലേ? ഒന്നറിയോ ഭാവിക്ക്? ഒന്നറിയോ? ഒന്ന് ഇല്ലേ? അപ്പൊ നീ ഇതിന് അംഗൻവാടി പോണേ? നോ 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 എന്നൊക്കെ ഞങ്ങൾക്ക് പറയാനറിയാം. 1 2 ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? നേരത്തിന് ഇപ്പം മൂടില്ല കേട്ടോ, ആളിതൊക്കെ കാഴ്ച കാണുന്ന തിരക്കിലാണേ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഏട്ടൻ ഇതാ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നല്ല ചൂടല്ല, ഈ ഒരു ചുട്ട് പൊള്ളുന്ന ഒരു വെയിലത്ത് നമുക്കൊരു നല്ല തണുത്ത് എന്തെങ്കിലും കുടിച്ചാൽ. അപ്പോൾ നേരെ നമ്മുടെ ഫ്രണ്ടിലായിട്ട്, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ബേക്കറി ഉണ്ട് കേട്ടോ, അതായത് കൂൾ ബാർ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും നല്ല തണുത്തത് കുടിച്ചിട്ട് വന്നാലോ? അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചാൽ തിരിച്ച് വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ ആവളിക്കുട്ടി നല്ല ഹാപ്പി ആട്ടോ. വെള്ളം കുടിക്കാൻ പോയതിനേക്കാൾ ഇരട്ടി സന്തോഷത്തിലാണ് ആളിപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നത്. ഇതെന്താ കാണിച്ചു കൊടുക്കുവോ? എന്ത് കുറേ ദിവസം കൊണ്ട് നമ്മുടെ അടുത്ത് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഊഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നോക്കിയിട്ട്, പക്ഷെ അവിടെ നമ്മൾ ഈ ഒരു ടൈപ്പിൽ കണ്ടില്ല കേട്ടോ. നമ്മൾ ചോദിച്ച കടയിൽ നിന്ന് വേറെ ടൈപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്കാണെങ്കിൽ ഇതന്നെ വേണ്ട. അവളുടെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് ഈ ഒരു ടൈപ്പ് ഊഞ്ഞാലിൽ ആടി ആടിയിട്ട് ആൾക്ക് തന്നെ വേണ്ടപ്പോൾ ഇന്ന് നമ്മളിതാ തേടി വള്ളി കാല് ചുറ്റി എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിൽ നമ്മൾ കടയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ. ഇതിങ്ങനെ വിൽക്കാൻ പോകുന്ന ഒരു ചേട്ടനെ കണ്ടത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കുറേ ദിവസം കൊണ്ട് നമ്മുടെ പുറകെ കൂടിയിരിക്കരുത്, വേണം എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹാപ്പിയാണ്. എത്ര നേരം കഴുത്തിലായിരുന്നു കേട്ടോ, ഊരി വെക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം കൊണ്ട് കഴുത്തിലിരുന്നതാ ഒരു വിധത്തിൽ ഇപ്പോൾ കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആരെ വാങ്ങി തന്നേ? അച്ഛാ. ഇതെന്താ സംഭവം? ഇതെന്താ സാധനം? എന്ത് നേരെ പറഞ്ഞോടുത്തേ, നേരെ പറഞ്ഞോടുത്തേ. ഊഞ്ഞാല്. ഇനി ഞങ്ങൾ ഊഞ്ഞാലിൽ അടുത്ത കാഴ്ചകളൊക്കെ കാണാല്ലേ? കാണാന്ന് പറ. ഞാനിത് ഊഞ്ഞാലൊക്കെ എടുത്തതാ ആ ഒരു ഡാഷ്ബോർഡിന് ഉള്ളിലേക്ക് വെക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അമ്മയ്ക്ക് തരും ഊഞ്ഞാല് ഇല്ലേ? എങ്ങനെ? ഭാവിയുടെ ഊഞ്ഞാലാണോ? അമ്മയ്ക്ക് ആടാൻ തരില്ല? കുട്ടിക്കുറുമ്പ് അമ്മയ്ക്ക് ആടാൻ തരില്ല? നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് എന്തായാലും ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് വാങ്ങിച്ചാലോ പോയിട്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമിലാണ് നമുക്ക് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ളതിൻ്റെ അവസ്ഥ വളരെ നമുക്ക് പോകാള് നേരെ നമ്മുടെ സ്ഥിരം ഷോപ്പിലേക്കാണ്, അതായത് നമ്മുടെ കൊച്ചുകുടി. അപ്പോൾ നമുക്ക് കൊച്ചുകുടിയിൽ പോയിട്ട് ഒരു കുക്കർ നോക്കാൻ കേട്ടോ. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കുക്കർ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിന് വിസിൽ വരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു 3-4 വട്ടം നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ഒരു വിസിലൊക്കെ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ 2 പ്രാവശ്യം കുഴപ്പമില്ല, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവുക കേട്ടോ. അപ്പോൾ എന്നാലും നമുക്കത് മാറ്റിയിട്ട് വേറെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വായിലിടല്ലേ ചീച്ച് അത് ഉള്ളിലേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കർ വാങ്ങാൻ പോവാ. ഞങ്ങൾ കുക്കർ വാങ്ങാൻ പോവാണേ. അതിലിട്ടിട്ട് എന്താ കുക്ക് ചെയ്യണത് എന്നിട്ട്? അപ്പാപ്പ് ഉണ്ടാക്കാനാ? എന്താ വാങ്ങണേ? ഒന്നുകൂടി നേരെ പറ. ഊഞ്ഞാല് പോലെ ഞങ്ങൾക്ക് അത്രയ്ക്ക് എളുപ്പമല്ലേ? കുക്കർ. ഇതൊക്കെ ഞങ്ങൾക്ക് സിമ്പിൾ ആണ് അല്ലേ? അപ്പം ഞങ്ങൾ കുക്കർ വാങ്ങാൻ പോയിട്ട് കാണാം. ടാറ്റ പറ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനമാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്, 5 ലിറ്ററിൻ്റെ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നും നോക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് കറണ്ട് അടുപ്പിലും അതേപോലെ തന്നെ നമുക്ക് ഗ്യാസിലൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഷോപ്പിലായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പോരാൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്ക് നേരെ പോവാം. ടാറ്റ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറി കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി കയറിയപ്പോഴത്തേനും നമ്മുടെ അവനെക്കുട്ടിയുടെ മൂഡ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ലല്ലേ. കാരണം നേരത്തെ ചിരിച്ചുകൊണ്ടിരുന്ന ഇപ്പം എന്തിനായിരിക്കും കരയുന്നുണ്ടാവുക? എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഇതൊക്കെ പിന്നെ ഒരു 5 മിനിറ്റ് പോലും നിൽക്കില്ല കേട്ടോ, അപ്പത്തേനും സോൾവ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത് പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി എത്തിയപ്പോഴത്തേനും കേട്ടോ നമ്മുടെ അവനെക്കൂടി സൈഡായിട്ടുണ്ട്. നല്ല ഉറക്കത്തിലാട്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് നല്ല ഉറക്കമാണ്, ഒരു തണുത്ത കാറ്റിൻ്റെ എഫക്റ്റിൽ. 1/2 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ അവനെക്കൂട്ടി തന്നെ നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾ ആഗ്രഹിച്ച് വാങ്ങിയതാട്ടോ ഈ ഒരു ഊഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നോക്കി ഉറങ്ങി നീച്ചത് ആദ്യം ചോദിച്ചത് ആ ഒരു ഊഞ്ഞാൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.